അവൻ ആദ്യം ചെയ്തത്, എലിയാവ് ആദ്യം ചെയ്തത്, ഇടിഞ്ഞു കിടന്ന യാഗപീഠം ശരിയാക്കി. എല്ലാരും പറഞ്ഞേ, ഇടിഞ്ഞു പൊളിഞ്ഞ യാഗപീഠം ശരിയാക്കി. എലിയാവ് ആദ്യം ചെയ്തു. ജനമെല്ലാം വന്ന് നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് പരാജയപ്പെട്ട ജനം, ഒരു ഭാഗത്ത് പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ബാലിനെ വിളിച്ചുകൊണ്ട് തീയിറങ്ങാൻ കഴിയാതെ പരാജയപ്പെട്ട ഒരു ഗ്രൂപ്പ് നിൽക്കുമ്പോൾ എലിയാവ് പറഞ്ഞു, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീ, എല്ലാവരും വരിക. എന്നിട്ട് എലിയാവ് ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി, യഹോവയുടെ നാമത്തിൽ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള യാഗപീഠം പൊളിഞ്ഞു കിടന്നതിനെ അതിനെ വീണ്ടും പണിയാൻ തുടങ്ങി. പൊളിയപ്പെട്ട യാഗപീഠത്തിൽ അഗ്നി വീഴുകയില്ല. യാഗപീഠത്തിന്റെ പണി എന്ന് നടക്കുന്നോ, യാഗപീഠത്തെ എപ്പോൾ ശരിയാക്കുന്നോ, അവിടെ ചില അത്ഭുതങ്ങൾ വെളിപ്പെടും. ചില യാഗങ്ങൾ, ചില യാഗത്തിന്റെ മേൽ തീയിറങ്ങാൻ, നിന്റെ ദൈവത്തെ വെളിപ്പെടുത്താൻ, ചില യാഗപീഠങ്ങൾ പൊളിഞ്ഞു കിടക്കുന്നതിന് ഇന്ന് പകലിൽ ഒന്ന് പണിയാൻ ദൈവ സന്നിധിയിൽ ഇടയാകട്ടെ. യാഗത്തിന്റെ മേൽ അഗ്നി ഇറക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ ആദ്യം കർത്താവിന്റെ യാഗപീഠം ശരിയാക്കി. എങ്ങനെയാ ഇത് ശരിയാക്കുന്നത്? 12 കല്ല് എടുത്ത് എന്ത് ചെയ്തെന്നറിയാമോ? ചതുരത്തിൽ താൻ അതിനെ യാഗം ചെയ്യാൻ തക്കവണ്ണമുള്ള യാഗപീഠമായി ഒരുക്കി വെച്ചു. കർത്താവിന് കരമുയർത്തി സ്തുതിച്ചാട്ടെ. എന്താണ് ഈ യാഗപീഠം തകർന്നു കിടക്കുന്നത്? യാഗപീഠം തകർന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതെന്താണ്? എലിയാവ് ആദ്യം ചെയ്തത് യാഗപീഠം ശരിയാക്കി. യാഗപീഠം ശരിയാണെങ്കിൽ സിസ്റ്ററെ തീയ ഇറങ്ങും. ഇവിടെ യാഗപീഠം ശരിയാക്കിയ ഒരു ഗ്രൂപ്പിന് തീ ഇറങ്ങാതിരുന്നു. അത് ബാലിന്റെ ആരാധനയിലാണ്. പക്ഷെ ജീവനുള്ള ദൈവത്തിന്റെ ആരാധനയിൽ തീ ഇറങ്ങണമെങ്കിൽ യാഗപീഠം എന്ത് ചെയ്യണം? ശരിയാക്കണം. യാഗം ആരാധനയുടെ അതിമഹത്തായ ഒരു സ്ഥലമാണ് യാഗപീഠം, അല്ലേ? ഇവിടെ ആരാധന നല്ല ആരാധനയല്ലെങ്കിൽ യാഗപീഠത്തിൽ തീയിറങ്ങില്ല. തീയിറങ്ങാത്ത യാഗം ദൈവത്തിന് പ്രസാദവുമല്ല. ഹല്ലേലൂയ. യാഗപീഠത്തിൽ തീയിറങ്ങും. ആരാധനയെ നാം അലസതയായി കാണരുത്. ആരാധനയെ നാം അവഗണനയായി കാണരുത്. അങ്ങനെയുണ്ടെങ്കിൽ യാഗപീഠത്തിലെ കല്ല് ചിതറിക്കിടക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ യാഗപീഠം, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ആരാധനയെ വലിയ പ്രാധാന്യത്തോടെ നാം കാണണം. കാരണം യാഗപീഠത്തിന്റെ കല്ലിനോട് ഒരുമിച്ച് ചേർന്ന് യാഗത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു യാഗപീഠമായി ഇരുന്നെങ്കിൽ മാത്രമാണ് ആ യാഗത്തിൽ തീയിറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ജനമെല്ലാം യഹോവയാണ് ദൈവം, യഹോവയാണ് ദൈവം എന്ന് പറഞ്ഞ് കവിണ്ണു വീഴാൻ കാരണം എലിയാവിന്റെ യാഗപീഠത്തിന്റെ മേൽ, എലിയാവിന്റെ യാഗത്തിന്റെ മേൽ തീയിറങ്ങി.
ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ യാഗപീഠത്തിലേക്ക് തീയിറങ്ങി. കല്ലും മണ്ണും വിറകും യാഗമൃഗത്തെയും ദഹിപ്പിച്ചു കളയുന്ന അഗ്നി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. സത്യദൈവത്തെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ജനമേ, സത്യദൈവത്തെ വെളിപ്പെടുത്താൻ ഏലിയാവ് ചെയ്തത് യാഗപീഠം ശരിയാക്കി. ആരാധനയ്ക്ക് നാം പ്രാധാന്യം കൊടുത്ത് ഹല്ലേലൂയ നമ്മുടെ യാഗപീഠം ഒരുക്കണം. ഞായറാഴ്ച ആകുമ്പോഴത്തേനും പൊതുവായി കടന്നു വന്ന് സഭയിൽ ആരാധിക്കാൻ വരുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകണം. ഇല്ല, എന്തൊക്കെ തന്നെ വന്നാലും ആരാധന മുടക്കുകയില്ല. ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. നാം ആരാധിക്കുവാൻ നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അങ്ങനെ നാം നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനയിൽ തീയിറങ്ങും. ഒന്നുകൂടെ പറഞ്ഞാൽ, അവിശ്വാസികളുടെ നടുവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ വെളിപ്പെടുത്താൻ ജീവനുള്ള ദൈവം വിശ്വസിക്കുന്ന തന്റെ ജനത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമാണ്. തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവമാണ്. ഒന്നാമത്, അവഗണനാപരമായ നിലകളിൽ ആരാധനയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. 2, ഏതെങ്കിലും വിഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടോ? മീൻസ് എന്താണ്? പുതിയ നിയമത്തിൽ ഈ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നതോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, യേശുവിനേക്കാൾ കൂടുതൽ യേശുവിൽ വിശ്വസിക്കുന്ന തന്റെ ജനം എന്തിനെ സ്നേഹിക്കുന്നോ അത് വിഗ്രഹമാണ്. പുതിയ നിയമത്തിലെ എല്ലാരും പറ, യേശുവിനേക്കാൾ. അതുകൊണ്ടല്ലേ നമ്മൾ പാടിയത്? എന്താ പാടിയത്? അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവേദന എപ്പോഴും യേശുവിനേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കാനായിട്ട് അവന് സമയമില്ല. യേശുവിനെ അധികമായി സ്നേഹിക്കുന്നവൻ അറിയാം, ഞാൻ എൻ്റെ യാഗപീഠത്തിലേക്കൊന്ന് നോക്കുമ്പോൾ, എൻ്റെ യാഗം നടക്കുന്ന സ്ഥലം എൻ്റെ ആത്മാവിൽ, എൻ്റെ ഹൃദയത്തിൽ, ഞാൻ എന്നിലേക്ക് തന്നെ ഒന്ന് നോക്കുമ്പോൾ എന്നിൽ ഒരു വിഗ്രഹവും ഇല്ല. എൻ്റെ യാഗപീഠം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞാന് എൻ്റെ പ്രാണനാഥന് യാഗം കഴിക്കാൻ എൻ്റെ യാഗപീഠം ശരിയാണ്. എത്ര പേർക്കൊന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ യാഗപീഠമാകുന്ന നിങ്ങളുടെ യാഗം കഴിക്കുന്ന യാഗപീഠത്തിനകത്ത് കല്ലുകളെല്ലാം കറക്റ്റായി ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യാഗപീഠത്തിൽ കത്തുന്ന യാഗത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരൂ.